ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് റീനീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 moles ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോ ഫ്രീ എക്സ്പാൻഷൻ ഫ്രം 10 liter to 100 liter അറ്റ് 300 Kelvin. വാല്യൂസ് ഓഫ് ഡെൽറ്റ എസ് സിസ്റ്റം ആൻഡ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ്. അപ്പോൾ ഡെൽറ്റ എസ് സിസ്റ്റവും ഡെൽറ്റ എസ് സറൗണ്ടിങ്സും രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഡെൽറ്റ എസ് സിസ്റ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 2.303 NR log V2 by V1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 2.303 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 2 ആണെന്ന് ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇൻറ്റു R ഇൻറ്റു ലോഗ് 100/10 ആണ്. ലോഗ് 100/10 എന്ന് പറയുമ്പോൾ ലോഗ് 10 അത് 1 ആണ് അല്ലേ? അതുകൊണ്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 4.606 R എന്നാണ് ഡെൽറ്റ എസ് സിസ്റ്റം നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി നോക്കുക. ഫ്രീ എക്സ്പാൻഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? P എക്സ്റ്റേർണൽ 0 ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ W 0 ആണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. പ്രോസസ്സ് അറ്റ് 300 Kelvin, അതായത് ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ് അല്ലേ? ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജി ചേഞ്ചും 0 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ പറയുന്നതനുസരിച്ച് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q + W എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഡെൽറ്റ യു 0 ആണ്. ഐസോതെർമൽ ആയതുകൊണ്ട് ഡെൽറ്റ യു 0 ആണ്. ഇനി ഫ്രീ എക്സ്പാൻഷൻ ആയതുകൊണ്ട് W വർക്ക് ഡണ്ണും 0 ആണ്. അതുകൊണ്ട് നമുക്കൊരു സംശയമില്ലാതെ പറയാം Q 0 ആണ് അല്ലേ? അപ്പോൾ ഹീറ്റ് ചേഞ്ച് ഇല്ല അല്ലേ? ഹീറ്റ് 0 ആണ്, Q 0 ആണ്. അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കുക? ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് വരുന്നത്. ഡെൽറ്റ എസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു 4.606 R ആണ്. ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി റിവേഴ്സിബിൾ പ്രോസസ്സസ് ഫോർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. 4 പ്രോസസ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ പ്രോസസ്സുകളുടെ വർക്ക് ഫസ്റ്റ് പ്രോസസ്സിൽ നമുക്ക് W1 എന്ന് കൊടുക്കാം, സെക്കൻഡ് പ്രോസസ്സ് W2, തേർഡ് പ്രോസസ്സ് W3, ഫോർത്ത് പ്രോസസ്സ് W4. ഇതിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് പ്രോസസ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ്? W1ഉം W3യും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അത് രണ്ടും ഐസോതെർമലാണ് അല്ലേ? T1 അല്ലേ? T1 ആണ്. W1 എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രോസസ്സ് W3 പറയുമ്പോൾ അവിടെയും കണ്ടോ T2 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? അത് രണ്ടും ഐസോതെർമലാണ്. അതേസമയം W2ഉം W4ഉം അഡയബാറ്റിക് പ്രോസസ്സാണ് അല്ലേ? അഡയബാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. W1 എന്താണ്? W1 എന്ന് പറയുന്നത് മൈനസ് NRT എന്നാണ് അല്ലേ? എന്നിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? 1 mole എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ ആറിൻ്റെ വാല്യൂ കാലറിയിലുള്ള വാല്യൂ യൂസ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ R ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് 2 തന്നെ കൊടുക്കാം. ഇനി ടെമ്പറേച്ചർ T1 ആണല്ലോ. T1 ഇൻറ്റു ln നമുക്ക് എന്ത് എഴുതാം? V2/V1 എന്നെഴുതാം. ഓക്കെ, അതായത് -2T1 ln V2/V1. അപ്പോൾ തേർഡ് പ്രോസസ്സിൻ്റെ കേസിലോ? തേർഡ് പ്രോസസ്സിൽ W3 ഈക്വൽ ടു -1 ഇൻറ്റു 2 ഇൻറ്റു ടെമ്പറേച്ചർ T2 ആണ് അല്ലേ? T2 ln V4/V3 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് -2T2 ln V4/V3. അപ്പോൾ നമുക്ക് പറയാം W1 + W3 ഈസ് ഈക്വൽ ടു -2T1 ln V2/V1 -2T2 ln V4/V3. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3ലേക്ക് വരുമ്പോൾ W2 + W4 കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ U2 + ഡെൽറ്റ U4 എന്നാണ് വരിക. പക്ഷേ ഇവിടെ ഡെൽറ്റ U2 മൈനസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. 2 മാത്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
A protein undergoes reversible thermal denaturation from its initial state N to denatured state D according to N gives D. അപ്പോൾ ഒരു റിവേഴ്സിബിൾ ചേഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. N gives D. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 60 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നേക്കുന്നത്. ഇനി അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് N ആൻഡ് D ആർ ഈക്വൽ അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് പറയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ആണ്, അത് 1 ആയിരിക്കും അല്ലേ. ഈക്വൽ കോൺസെൻട്രേഷൻ ആണല്ലോ ഇക്വിലിബ്രിയത്തിൽ. അപ്പോൾ കെയുടെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഡീനേച്ചറേഷൻ ഡെൽറ്റ എച്ച് വാല്യൂ അല്ലേ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഡെൽറ്റ എച്ച് 0 തന്നിട്ടുണ്ട്. 666 കിലോ ജൂൾ പെർ മോൾ എന്നാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ചേഞ്ച് ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി വാല്യൂ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജി, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് -RT-ln K ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്നത് ln K ആണല്ലോ. അപ്പോൾ ln K എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ 1 അല്ലേ. അപ്പോൾ ln K എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ G0 0 ആണ്. അപ്പോൾ ഡെൽറ്റ G0 0 ആയതുകൊണ്ട് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ H0 മൈനസ് T ഡെൽറ്റ S0 എന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ G0 0 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഡെൽറ്റ H0 ഈസ് ഈക്വൽ ടു T ഡെൽറ്റ S0 ആണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീ എന്താണ് എൻട്രോപ്പി ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ S0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ആണ്. അതായത് 666 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എത്രയാ? ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കെൽവിനിലേക്ക് കൊണ്ടുവരുമ്പോൾ 333 ആണ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി 2 ഓപ്ഷൻ 2ൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് റീനീറ്റ് എക്സാമിന് ചോദിച്ചിരുന്നത്. താങ്ക് യു ഓൾ.